BJPക്കുള്ളിൽ ജ്യോതിരാദിത്യ സിന്ധ്യ പിടിമുറുക്കുന്നതോടെയാണ് സിന്ധ്യയുടെ അനുകൂലികൾ കൃത്യമായി പറയുന്നത് സിന്ധ്യയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കേണ്ടത് അനിവാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന്. ചെയ്യുന്നുണ്ടോ ഇല്ലയോ ഒരൊറ്റ ചോദ്യമാണ് ഇപ്പോൾ സിന്ധ്യ അനുകൂലികൾ ഉറപ്പായും പറയുന്നത്. ഇത് BJPക്ക് പ്രഹരമേറ്റിരിക്കുന്ന ഒരു അവസ്ഥയാണ്. നോക്കൂ, കോൺഗ്രസിൽ നിന്നാണ് സിന്ധ്യ BJPയിലേക്ക് എത്തിയതെങ്കിൽ പോലും ചുരുക്ക നാളുകൾ കൊണ്ട് തന്നെ BJPയിലെ പല മുന്തിയ നേതാക്കളെയും പിന്നിലാക്കിക്കൊണ്ട് സിന്ധ്യ മുന്നോട്ട് വരികയാണ്. സിന്ധ്യയോട് ഒരു എതിർപ്പും ശിവരാജ് സിംഗ് ചൗഹാൻ ഇല്ല. എന്നാൽ ശിവരാജ് സിംഗ് ചൗഹാൻ മോഹൻ യാദവിനെ നല്ലപോലെ വിമർശിക്കുന്നുണ്ട്, എതിർക്കുന്നുമുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വലിയ വിജയം അത് സമ്മാനിച്ചത് ശിവരാജ് സിംഗ് ചൗഹാന്റെ ഒരൊറ്റ മിടുക്കിലാണ് എന്ന് പറയാൻ സിന്ധ്യ തയ്യാറായതു മുതൽ കൃത്യമായി ശിവരാജ് സിംഗ് ചൗഹാൻ സിന്ധ്യയെ ഒപ്പം നിർത്തുകയാണ്. ഇത് കൂടുതൽ റൈവൽറിയിലേക്ക് മാറും. അതായത് മോഹൻ യാദവിന്റെ അനുകൂലികളായിട്ടുള്ള MLA മാർ പലരും BJP വിടുകയോ അതല്ലെങ്കിൽ BJP നേതൃത്വത്തിനെതിരെ കലാപക്കൊടി നാട്ടുന്ന രീതിയിലുള്ള പരിവർത്തനം രൂപപ്പെടുകയോ ചെയ്യും. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടുള്ള മധ്യപ്രദേശില് നേർക്കുനേരുള്ള പോരാട്ടമാണ്. കോൺഗ്രസും BJPയും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടലാണ് അവിടെ നടന്നിട്ടുള്ളത്. ഏറ്റുമുട്ടൽ എന്ന രീതിയിൽ പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഏറ്റുമുട്ടൽ. പക്ഷേ 2018 സമാനമായിട്ടുള്ള പ്രവർത്തനം, സമാനമായിട്ടുള്ളൊരു ജനഫലം 2028 10 കൊല്ലങ്ങൾക്കിപ്പുറം സംഭവിക്കും എന്ന് വളരെ വ്യക്തമായി തന്നെ പറയേണ്ടി വരും. 2018 ജ്യോതിരാദിത്യ സിന്ധ്യ കാരണം കോൺഗ്രസിന് അധികാരം കിട്ടി. പക്ഷേ കമൽനാഥ് അത് കളഞ്ഞു കുളിച്ചു. കമൽനാഥ് സിന്ധ്യയെ അപവാദം പറഞ്ഞു, സിന്ധ്യയുടെ കുടുംബത്തെ വരെ പരിഹസിച്ചു. മരിച്ചുപോയ മാധവറാവു സിന്ധ്യയെ കുറിച്ച് അനാവശ്യം പറഞ്ഞു. അതെല്ലാം ഒരു പൊട്ടിത്തെറിയായി കമൽനാഥിന്റെ സർക്കാർ ആഴക്കടലിലേക്ക് മുങ്ങിത്താഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്നാൽ അതിനുശേഷം ശിവരാജ് സിംഗ് ചൗഹാൻ വീണ്ടും അധികാരമേറ്റു. പക്ഷെ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിലൂടെ ശിവരാജ് സിംഗ് ചൗഹാനെ പുറത്താക്കി. എന്നാൽ പോലും കേന്ദ്രമന്ത്രിസഭയിൽ അക്കോമഡേഷൻ നൽകിയത് കൊണ്ട് മാത്രമാണ് ശിവരാജ് സിംഗ് ചൗഹാൻ കലാപക്കൊടി നാട്ടാത്തത്. വസുന്ധര രാജയെ പോലെ രാജസ്ഥാനിൽ വിമത നീക്കം ശക്തമല്ല, മധ്യപ്രദേശ് ഭയക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് തെറ്റി. മധ്യപ്രദേശിൽ വിമത നീക്കം നടക്കുന്നു എന്നുള്ളതാണ് വ്യക്തമായ ഒരു കാഴ്ചപ്പാട്. നോക്കൂ, സിന്ധ്യ കുടുംബം ഗ്വാളിയർ രാജവംശം എന്നുള്ള രീതിയിലുള്ള പരിവേഷം അവർക്കുണ്ട്. അതിൽ ജ്യോതിരാദിത്യ സിന്ധ്യ പറയുകയാണ് തന്റെ ബന്ധു കൂടിയായിട്ടുള്ള വസുന്ധര രാജയുമായി അടുപ്പത്തിലല്ല. കാരണം നിരവധിയായ കുടുംബ കേസുകൾ പല കോടതികളിൽ ഉണ്ട്. എന്നാൽ പോലും തന്നെയും തന്റെ കുടുംബാംഗങ്ങളെയും പരാമർശിക്കുന്ന രീതിയിൽ ഒരു പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസ് നടത്തിയ മോശമായിട്ടുള്ള പ്രവർത്തനം, പ്രത്യേകിച്ച് കമൽനാഥിനെ ഹൈലൈറ്റ് ചെയ്താണ് സിന്ധ്യ അന്ന് മറുപടി കൊടുത്തത്. പക്ഷെ ഇപ്പോ BJP നേതൃത്വം തന്നെ അവഗണിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് മറുപടി പറഞ്ഞിട്ട് തന്നെ കാര്യമെന്നാണ് ജ്യോതിരാദിത്യ സിന്ധ്യ ഉറപ്പിക്കുന്നത്.